ഓരോ വർഷവും ഞാനും നിങ്ങളും കഴിച്ചു തീർക്കുന്ന പഞ്ചസാരയുടെ അളവ് എത്രയാണെന്നറിയാമോ? ഏകദേശം നമ്മുടെ ശരീരഭാരത്തിൻ്റെ 20 മുതൽ 30% വരും. ആലോചിച്ച് നോക്കിയേ. 365 ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ വലിയൊരു ഭാഗം പഞ്ചസാരയുടെ രൂപത്തിൽ തന്നെ വീണ്ടും കഴിക്കുകയാണ്. 3-4 വർഷം കൂടുമ്പോൾ നമ്മുടെ ഭാരത്തിന് തുല്യമായ അത്രയും പഞ്ചസാര നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഇതൊരു ഭയപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മളിൽ പലരും പഞ്ചസാര കഴിക്കുന്നത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ വാക്ക് കേട്ടിട്ട് കുറച്ചൊന്ന് കുറയ്ക്കാം എന്ന് നമ്മൾ പറയും. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പഴയതിലും ശക്തിയോടെ പഞ്ചസാര കഴിക്കുന്നതിലേക്ക് തിരിച്ചു പോകും. എന്തുകൊണ്ടാണ് നമുക്ക് പഞ്ചസാര കഴിക്കുന്നത് നിർത്താൻ കഴിയാത്തത്? ഇത് നമ്മുടെ ശക്തിയുടെ കുറവാണോ? നമ്മൾ മോശമായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പരാജയമല്ല. ഇതൊരു കെമിസ്ട്രിയുമായിട്ടുള്ള യുദ്ധമാണ്. നമ്മുടെ തലച്ചോറിനകത്ത് നമുക്കെതിരെ നടക്കുന്ന ഒരു യുദ്ധം. ഈ ഒരു ലളിതമായ മധുരം നമ്മുടെ തലച്ചോറിലെ ഏറ്റവും പുരാതനമായൊരു സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു ഹൈജാക്കിനെ കുറിച്ചാണ്. എങ്ങനെയാണ് പഞ്ചസാര നമ്മളെ മാനസികവും ശാരീരികവുമായിട്ട് തളർത്തുന്നതെന്നും ഈ കെണിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി എന്താണ് എന്നും നമുക്ക് നോക്കാം. ഈ കെണിയുടെ തുടക്കം നമ്മുടെ തലച്ചോറിൻ്റെ ഡിസൈനിലാണ്. എവല്യൂഷൻ വഴി നമ്മുടെ തലച്ചോറ് ഉണ്ടായതിൻ്റെ ഒരു പാറ്റേണാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ പൂർവികരുടെ കാര്യം എടുക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭക്ഷണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഈ മധുരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നിധി പോലെയാണ്. കാരണം സ്വീറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ തലച്ചോറിന് പ്രവർത്തിക്കാനുള്ള പ്രീമിയമായിട്ടുള്ള ഇന്ധനം. തലച്ചോറിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇൻഡിവിജ്വൽ കോശങ്ങൾക്കും പ്രവർത്തിക്കാൻ ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല സോഴ്സാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് തലച്ചോറിൻ്റെ പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആകെ ഊർജ്ജത്തിൻ്റെ 20% വെറും 1.5 കിലോഗ്രാം ഭാരമുള്ള തലച്ചോറ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിലൊരു സിസ്റ്റം ഇവോൾവ് ആയിട്ടുണ്ട്. മധുരം കാണുമ്പോൾ സന്തോഷം തരുന്ന ഡോപ്പമിൻ എന്ന കെമിക്കൽ റിലീസ് ചെയ്യുക. എന്നിട്ടൊരു കമാൻഡ് കൊടുക്കുക, ഈ സാധനം കൊള്ളാം, ഇനിയും നീ ഇത് തേടിപ്പോണം. അതൊരു അതിജീവനത്തിനുള്ള തന്ത്രമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് മധുരം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഫലങ്ങളിൽ നിന്നും, അത് ഫ്രൂട്ട്സിൽ നിന്നും മറ്റും കിട്ടുന്നത് മാത്രമായിരുന്നു. അല്ലാതെ പഞ്ചസാര തന്മാത്രകളായിട്ടോ ഐസ്ക്രീം ആയിട്ടോ ഒന്നും പണ്ടത്തെ കാലത്ത് മധുരം കിട്ടില്ല. വളരെ റെയറായിട്ട് കഴിച്ചാൽ തന്നെ കുറേ നാളുകൾ കഴിഞ്ഞ് പിന്നെ കിട്ടൂ എന്നുള്ളൊരവസ്ഥയിലാണ്. പക്ഷേ ഇന്നത്തെ കഥ അത് മാറിയിട്ടുണ്ട്. പഞ്ചസാര ഇന്നൊരു നിധിയല്ല, അതൊരു ഫ്ലഡായിട്ടുള്ളൊരു സാധനമാണ്. വെറും തുച്ഛമായ തുക കൊടുത്തു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ പല സോഴ്സുകളും നമുക്ക് എവിടെ തിരിഞ്ഞാലും കിട്ടും. ഒരു മുട്ടായി മുതൽ എന്ത് അഡിക്റ്റീവ് സാധനം എടുത്തു കഴിഞ്ഞാലും, എന്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ മധുരത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ ഈ നിധി കണ്ടെത്തുന്ന ആ പഴയ സിസ്റ്റം ഇല്ലേ, ആ സിസ്റ്റം പക്ഷേ മാറിയിട്ടില്ല. ഒരു 500 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ റെഡിമെയ്ഡായിട്ട് ഷുഗറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത്ര വർഷം മാത്രം പോരാ നമ്മുടെ തലച്ചോറിൽ ആൾറെഡി ഉണ്ടായ കാര്യങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവാൻ. പരിണാമം ഒരിക്കലും റിവേഴ്സ് ചെയ്യത്തില്ല. അതുകൊണ്ട് പഴയ കാലത്തുണ്ടായ സംവിധാനത്തെ ഇപ്പോഴും നമ്മുടെ തലച്ചോറ് ഓട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അതൊരു അനുഗ്രഹമല്ല, ശാപമാണ്. എങ്ങനെയാണ് ഈ സിസ്റ്റം നമുക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? ഇന്നത്തെ ഫുഡ് ഇൻഡസ്ട്രി നമ്മുടെ ഈ ബയോളജിക്കൽ വീക്ക്നെസ്സിനെ മുതലെടുക്കുന്നുണ്ട്. അവർ ബ്ലിസ് പോയിൻ്റ് എന്ന് വിളിക്കുന്ന ഒരു വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതായത് പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ് എന്നിവ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. സോ അവ നമ്മുടെ നാക്കിലെത്തുന്ന സമയത്ത് നമുക്കൊരു നല്ല ഫീൽ ഉണ്ടാകും, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിയൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ഡോപ്പമിൻ ഉണ്ടാകും. അതൊരു പരിധിയിലധികം അല്ലെങ്കിൽ അത് മൊത്തത്തിൽ നല്ലൊരു ഫീലാണ്. സോ ഇവ മൂന്നിൻ്റെയും, അതായത് ഷുഗർ, ഫാറ്റ്, സാൾട്ട്, പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ് എന്നിവയുടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് മിക്കവാറും എല്ലാ കമ്പനികളും ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥം കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഒരു സുനാമി ആയിട്ട് കുതിച്ചു വരും. പക്ഷേ വയറ് നിറഞ്ഞു എന്ന് തലച്ചോറിന് സിഗ്നൽ കൊടുക്കുന്ന സിസ്റ്റത്തെ ഈ ഡോപ്പമിൻ്റെ റഷ് ബ്ലോക്ക് ചെയ്യും. റിസൾട്ട് എന്താണ്? നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ബിരിയാണിയാണ് ഇഷ്ടമെങ്കിലും, നല്ല ബിരിയാണി ഉണ്ടെങ്കിലും, മന്തിയുള്ള ഒരു കടയിൽ കയറുമ്പോൾ നമ്മൾ ചിക്കൻ മന്തി തന്നെ അല്ലെങ്കിൽ അൽഫാം മന്തി തന്നെ കഴിക്കുന്നത് അതിന് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടുകൂടിയാണല്ലോ. ആക്ച്വലി ആ അൺലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ പരിധിക്കപ്പുറവും നമ്മൾ കഴിക്കണമെന്നുള്ള നമ്മുടെ തലച്ചോറിൻ്റെ തോന്നലിനെ സാറ്റിസ്ഫൈ ചെയ്യലാണ്. ഇനി നമുക്ക് തലച്ചോറിൻ്റെ അകത്തേക്ക് പോകാം. നമ്മളിൽ പലരും കരുതുന്നത് ഡോപ്പമിൻ സന്തോഷം തരുന്ന ഒരു കെമിക്കലാണ് എന്നാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. ഡോപ്പമിൻ സന്തോഷമല്ല തരുന്നത്, സന്തോഷത്തിൻ്റെ പ്രതീക്ഷയാണ്. നിങ്ങൾ ആദ്യമായി ഒരു കേക്ക് കഴിക്കുമ്പോൾ ഡോപ്പമിൻ റിലീസാകും. പക്ഷേ അടുത്ത തവണ ആ കേക്ക് കാണുമ്പോൾ തന്നെ അത് കഴിക്കുന്നതിന് മുൻപ് അതേ എഫക്റ്റിൽ, മുമ്പ് കഴിച്ചിരുന്ന അതേ എഫക്റ്റിലുള്ള ഡോപ്പമിൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ റിലീസാകും. ഇതാണ് ക്രേവിങ് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിക്കുമ്പോൾ പ്രതീക്ഷിച്ചതിന് അത്രയും ഹിറ്റ് കിട്ടിയില്ലെങ്കിൽ തലച്ചോറ് പറയും
ഇതിലും വലുത് വേണം, മുമ്പ് കിട്ടിയത് അത്ര പോരാ. അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ മധുരമുള്ളത് തേടിപ്പോയിട്ട് തലച്ചോറിനെ സാറ്റിസ്ഫൈ ചെയ്യും. ദിസ് ഈസ് എ ലൂപ്പ്. അതൊരു ലൂപ്പാണ്. നമ്മൾ പഞ്ചസാര കഴിക്കുന്നു, ഡോപ്പമിൻ കുതിച്ചുയരുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് ക്രാഷായി താഴേക്ക് വീഴുന്നു. ഈ ക്രാഷ് നിങ്ങളെ ക്ഷീണിതരും ദേഷ്യക്കാരും ഒക്കെ ആക്കും. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ വീണ്ടും വീണ്ടും മധുരം തേടിപ്പോകും. ഇത് തുടരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ റിസപ്റ്ററുകൾ, അതായത് നമ്മൾ ഡോപ്പമിൻ ഉണ്ടാക്കിയാൽ പോരാ, ആ ഡോപ്പമിൻ എവിടെയെങ്കിലും ചെന്ന് പറ്റിപ്പിടിച്ച് അതിനെ ശരീരത്തിൻ്റെ റിസപ്റ്ററുകൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അടുത്ത കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ടാകുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ലെവലിലേക്ക് പോകുന്നത്. അതായത് ഈ കെമിക്കൽ സ്വീകരിക്കുന്ന ഭാഗങ്ങളായിട്ടുള്ള റിസപ്റ്ററുകളെ ഒരുപാട് നമ്മളിങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ കഴിഞ്ഞ് ഈ റിസപ്റ്ററുകൾ മരവിക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് പഴയ സന്തോഷം കിട്ടാൻ കൂടുതൽ പഞ്ചസാര വേണ്ടി വരും. കാരണം ഉണ്ടാക്കിയ ഡോപ്പമിൻ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളൊന്നും ഇല്ല. അപ്പോൾ കൂടുതൽ ഡോപ്പമിൻ ഉണ്ടാക്കിയാലേ ചെറുതായിട്ടെങ്കിലും ഹിറ്റ് കിട്ടും. ഇതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഭയങ്കര ഭീകരമാണ്. ശാരീരികമായിട്ട് അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗം ഇതൊക്കെ ഉണ്ടാവും. ഇതിൽ വണ്ണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മറ്റൊരു രീതിയിൽ പറയേണ്ടതാണ്. അതായത് ഷുഗർ കൂടുമ്പോൾ നമുക്ക് ഇൻസുലിൻ കൂടുന്നു, അതിനുശേഷം അതിനെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സുണ്ട്. അത് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾക്ക് അറിയാം. അമിതവണ്ണവും പ്രമേഹവും ഹൃദ്രോഗവും ഒക്കെ ഉണ്ടാകാൻ ഷുഗർ വളരെ വലിയ ഒരു ഫാക്ടറാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിലും വലുതാണ് മെൻ്റൽ ഇഷ്യൂസ്. എപ്പോഴുമുള്ള ക്ഷീണം, കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥ, മെമ്മറി ഇല്ലാതിരിക്കുക, അകാരണമായ ദേഷ്യം, ഉത്കണ്ഠ, വിഷാദം. നമ്മളുടെ തലച്ചോറ് ഒരു കെമിക്കൽ റോളർ കോസ്റ്ററിലായതുപോലെയാവും. ഈ കെണിയിൽ നിന്നും പുറത്ത് വന്നേ മതിയാകൂ എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രശ്നം. നിങ്ങൾ പഞ്ചസാര നിർത്താൻ തീരുമാനിക്കുമ്പോൾ അതൊരു ഡയറ്റ് മാത്രമല്ല, അതൊരു റെവല്യൂഷനാണ്. നിങ്ങളുടെ തലച്ചോറിനെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരികെ കൊണ്ടുവരാനായിട്ട് ഒരു യുദ്ധം നമ്മളോട് തന്നെ ചെയ്യുന്നതാണ്. ഈ യാത്രയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഘട്ടം ഘട്ടമായിട്ട് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, വിഡ്രോവൽ, അല്ലെങ്കിൽ നമ്മൾ പിൻവാങ്ങൽ എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും കഠിനമായൊരു പരീക്ഷണം. ആദ്യത്തെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ഷുഗർ കിട്ടിയില്ലെങ്കിൽ അത് സ്ഥിരം ഇന്ധനത്തിന് വേണ്ടി അലറി വിളിക്കും. നിങ്ങൾക്ക് കഠിനമായ തലവേദന, ദേഷ്യം, മാനസികമായ മന്ദത, ഉറക്കമില്ലായ്മ എന്നിവ അനുഭവപ്പെടാം. ഇതൊരു മോശം ലക്ഷണമല്ല, നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ തെളിവാണ്. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ പഞ്ചസാര നിർത്തുമ്പോൾ നമ്മൾ തലച്ചോറിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ മോർഫിൻ പോലെയുള്ള ലഹരി വസ്തുക്കൾ നിർത്തുമ്പോഴുണ്ടാകുന്നതിന് സമമാണെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ ഒരു സ്വയം കരുണ കാണിക്കണം. ധാരാളം വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, കിടന്ന് ഉറങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യണം. രണ്ടാമത്തെ ഘട്ടമാണ് സെക്കൻഡ് വീക്കിൽ സംഭവിക്കുന്നത്. അതിന് നമ്മൾ റീകാലിബ്രേഷൻ എന്ന് പറയും. അതായത് ആദ്യത്തെ അവസ്ഥയെ നമ്മൾ അതിജീവിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ തലച്ചോറ് സ്വയം റിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മരവിച്ചു പോയ ഡോപ്പമിൻ റിസപ്റ്ററുകൾ വീണ്ടും ആക്ടിവേറ്റ് ആവും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മുടെ രുചി മാറുമെന്നുള്ളതാണ്. പണ്ട് ഒരു രുചിയുമില്ലെന്ന് തോന്നിയ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുതിയ രുചികൾ വന്നതുപോലെ തോന്നാനായിട്ട് തുടങ്ങും. ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഓവർ മധുരം പോലെ തോന്നും. നമ്മുടെ ശരീരം പ്രകൃതിദത്തമായ രുചികളോട് വീണ്ടും പ്രണയത്തിലാവും. മൂന്നാമത്തെ ഘട്ടമാണ് റീ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അല്ലെങ്കിൽ പുനഃസ്ഥാപനം എന്ന് പറയാം. 5-ാം ആഴ്ച മുതൽ 8-ാം ആഴ്ച വരെ നീണ്ടു നിൽക്കും. ഈ ഘട്ടമാകുമ്പോൾ നമ്മൾ പുതിയൊരു മനുഷ്യനായി മാറാൻ തുടങ്ങും എന്നുള്ളതാണ്. നമ്മളുടെ എനർജി ലെവൽ ദിവസം മുഴുവൻ സ്റ്റേബിൾ ആയിരിക്കും. ഉച്ച കഴിഞ്ഞിട്ടുള്ള കഠിനമായ ക്ഷീണം ഇല്ലാതാകും. നമ്മുടെ ചിന്തകൾക്ക് വ്യക്തത വരും. MRI സ്കാനുകൾ കാണിക്കുന്നത് ഈ സമയത്ത് തലച്ചോറിൻ്റെ സെൽഫ് കൺട്രോൾ നിയന്ത്രിക്കുന്ന ഭാഗം കൂടുതൽ സ്ട്രോങ് ആകുമെന്നാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും. ഏകദേശം 2 മാസം ആകുമ്പോഴേക്കും നമ്മുടെ തലച്ചോറ് നാച്ചുറലായിട്ടുള്ള സന്തോഷങ്ങളോട് കൂടുതൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഒരു നല്ല പാട്ട് കേൾക്കുന്നതും കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതും എക്സർസൈസ് ചെയ്യുന്നതുമെല്ലാം നമുക്ക് കൂടുതൽ സന്തോഷം തരാനായിട്ട് തുടങ്ങും. നമ്മൾ പഞ്ചസാരയുടെ കെണിയിൽ നിന്നും പൂർണ്ണമായും പുറത്തു വന്നു എന്ന് പറയാം. ഈ ഡീറ്റോക്സ് യാത്ര നമുക്കൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് പോലെയാണ് തോന്നുക. ഭക്ഷണത്തെ മാത്രമല്ലല്ലോ നമ്മൾ നിയന്ത്രിക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ തലച്ചോറിൽ പതിഞ്ഞുപോയ ശീലങ്ങളെയാണ് തിരുത്തി എഴുതിയിരിക്കുന്നത്. ഒരു ബേക്കറിയുടെ മണം വരുമ്പോൾ ഒന്നും തോന്നാതെ നടന്നു പോകാൻ കഴിയുന്നത് ഒരു വലിയ വിജയമായിട്ട് ഞാൻ പറയും. കാരണം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം തിരികെ പിടിച്ചതാണ്. പക്ഷേ ഇവിടെ വലിയൊരു സത്യമുണ്ട്. ഈ ആനന്ദം, സന്തോഷം, അതായത് പ്ലഷർ, ഹാപ്പിനെസ്, അത് രണ്ടും ഒന്നല്ല. ഇവിടെയാണ് നമ്മൾ വലിയൊരു സത്യം മനസ്സിലാക്കേണ്ടത്. ആനന്ദം, അതായത് പ്ലഷറും, സന്തോഷം, അതായത് ഹാപ്പിനെസ്സും രണ്ടും ഒന്നല്ല. പഞ്ചസാര തരുന്നത് പെട്ടെന്ന് വന്നു പോകുന്ന തീവ്രമായൊരു പ്ലഷറാണ്, ആനന്ദമാണ്, ഒരു സ്പൈക്ക്. എന്നാൽ സന്തോഷം എന്നത് ഡെപ്തിലുള്ള ശാന്തമായൊരു മനസമാധാനമാണ്. ആ കെമിക്കൽ റോളർ കോസ്റ്റർ ഇല്ലാതാകുമ്പോൾ ലഭിക്കുന്ന ഒരു ശാന്തത. തീർച്ചയായിട്ടും നമ്മുടെ ലോകം പ്രലോഭനങ്ങൾ നിറഞ്ഞതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പഞ്ചസാരയെ ഹൈജാക്ക് ചെയ്ത അതേ ഡോപ്പമിൻ സിസ്റ്റത്തെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയും വീഡിയോ ഗെയിമുകളും ഡിജിറ്റൽ ലോകവും
നമ്മുടെ സിഗരറ്റ് വലിക്കുന്നത്, മദ്യപിക്കുന്നത്, ഇതെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ യാത്ര പഞ്ചസാരയിൽ ഒതുങ്ങുന്നില്ല. ഇത് നമ്മുടെ ശ്രദ്ധയെയും തീരുമാനങ്ങളെയും എങ്ങനെ സംരക്ഷിക്കാം എന്നതിൻ്റെ വലിയ പാഠമാണ്. നമ്മൾ ഈ സിസ്റ്റത്തെക്കുറിച്ച് എപ്പോഴും ബോധമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഷുഗർ ഡീറ്റോക്സ് എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. ഞാൻ ഒരുപാട് നാളെടുക്കാൻ ശ്രമിക്കുന്നതും ഒരു പരിധിവരെ സക്സസ് ആയിട്ട് പലപ്പോഴും ഫെയിലായി പോകുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഫെയിലാവുക എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു 6 ദിവസമൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് പിടിച്ചു നിൽക്കും. 7ാമത്തെ ദിവസം അത് ബ്രേക്കാവും. പക്ഷേ ആ ബ്രേക്കിങ്ങിന് ശേഷം ചെറുതായിട്ട് കഴിച്ചു തുടങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ദിവസം ഒരു നേരം ചായ കുടിക്കും, അതിൽ കുറച്ച് മധുരം ഇടുക എന്നുള്ളതല്ലാതെ ഡയറക്റ്റ് ഷുഗറൊന്നും എൻ്റെ ശരീരത്തിൽ പോകാറില്ല. പക്ഷേ പപ്പായയും തണ്ണിമത്തനും ഉൾപ്പെടെയുള്ള മധുരങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. ഇത് ബേസിക്കലി എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഞാൻ നിങ്ങളോടൊരു ഇൻട്രൊഡക്ഷൻ പോലെ സംസാരിച്ചു എന്നേ ഉള്ളൂ. ആക്ച്വൽ ഷുഗർ ഡീറ്റോക്സിനെ കുറിച്ചുള്ളൊരു ചലഞ്ച് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചലഞ്ചിൻ്റെ യഥാർത്ഥ റിസൾട്ട് ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനത്തെ ചലഞ്ചസ് കൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാനും ഞാൻ ചെയ്യുന്നതിൻ്റെ ഇൻസ്പിറേഷനോടുകൂടി നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനും കഴിഞ്ഞാൽ അത് വലിയൊരു നല്ല കാര്യമായിരിക്കും. അത്ര സിമ്പിളല്ല. ഇന്ന് രാവിലെ അമ്മ പരിപ്പോട വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരു പരിപ്പോട അധികം വാങ്ങിച്ചിട്ട് തിന്നാമെന്ന് വിചാരിച്ചു. ഭയങ്കര പ്രലോഭനമായിരുന്നു രാവിലെ കാപ്പിയോടൊപ്പം പരിപ്പോട തന്നെ. പക്ഷെ പരിപ്പോട തിന്നില്ല. ഷുഗറിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കഴിക്കണമെന്ന് തോന്നും, വല്ലപ്പോഴും കഴിക്കാം. പക്ഷേ ആ കൺട്രോളും കോൺഷ്യസ്നെസ്സും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആവശ്യത്തിന് മതി. ഒരു ദിവസം ഒരു 25 ഗ്രാമിൽ കൂടുതൽ പഞ്ചസാര ശരീരത്തിൽ പോകേണ്ട കാര്യമില്ല. സോ നിങ്ങൾക്കതിന് സാധിക്കും. എൻ്റെ ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് തന്നെയുള്ള ഒരു റിമൈൻഡറാണ്. എൻ്റെ ചലഞ്ച് ബ്രേക്ക് ആവാതിരിക്കാനും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനും. ഒരു 2 ആഴ്ച 3 ആഴ്ച അവർ ചലഞ്ച് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് റിസൾട്ട് അറിയിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വളരെ ഡീപ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ ഇതിലില്ല. പക്ഷേ വരുന്ന വീഡിയോസുകളിൽ ഒരുപാടുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ